നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഐൽസ് ആരാണ് കണ്ടക്ട് ചെയ്യുന്നത്? കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയാണ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. എക്സാംസ് കണ്ടക്ട് ചെയ്യാനായിട്ട് ബ്രിട്ടീഷ് കൗൺസിൽ, IDP ഓസ്ട്രേലിയ എന്നീ പറയുന്ന 2 ഏജൻസീസിന് എന്ത് കൊടുത്തിട്ടുണ്ട്? റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞതായിരുന്നു. ഓക്കെ, സോ ഇന്ന് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് രജിസ്റ്റർ ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ 2 കാര്യങ്ങൾക്കായിട്ടാണ് സാധാരണ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. ഒന്നുകിൽ ജോലിക്ക് അല്ലെങ്കിൽ പഠനത്തിനായിട്ട്. ഓക്കെ, നിങ്ങൾ പഠനത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഒരു യൂറോപ്യൻ കൺട്രിയിലേക്ക് പോകുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അക്കാഡമിക്കാണ്. അപ്പോൾ ബേസിക്കായിട്ട് മനസ്സിൽ വയ്ക്കുക, IELTS 2 തരമുണ്ട്, ജനറലുണ്ട്, അക്കാഡമിക് ഉണ്ട്. 2 തരം മാത്രമല്ല, UKVI, ലൈഫ് സ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വിഭാഗങ്ങളുണ്ട്. പക്ഷേ ബേസിക്കായിട്ട് വരുന്നത് അക്കാഡമിക്കും ഉണ്ട്, ജനറലും ഉണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഏതാണ്? അക്കാഡമിക്കാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ബൈ ചാൻസ് അക്കാഡമിക്കാണ് ചെയ്യേണ്ടിയിരുന്നത്, നിങ്ങൾ പഠനത്തിനായിട്ടാണ് പോകുന്നത്, പക്ഷേ നിങ്ങൾ ചെയ്തത് ജനറൽ എക്സാമിനേഷൻ ആണെന്ന് വിചാരിക്കുക. ബൈ ചാൻസ് നിങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല അക്കാഡമിക് ഉണ്ട്, ജനറലുണ്ട്, നിങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. നിങ്ങൾ ജനറലിന് അപ്ലൈ ചെയ്തു, എക്സാം ജനറൽ എഴുതി, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടി, പക്ഷേ നിങ്ങൾക്ക് അവിടെ സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് ഈ ഒരു സർട്ടിഫിക്കേഷൻ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കേണ്ടത്, നിങ്ങൾ ഏതാണ് ചെയ്യേണ്ടത്? അക്കാഡമിക് ചെയ്യണോ, ജനറൽ ചെയ്യണോ? അതാദ്യം മനസ്സിൽ അതിന് ശേഷം മാത്രം ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് തീരുമാനമെടുക്കലാണ്. നിങ്ങൾ എന്ത് പർപ്പസിനാണ് പോകുന്നത്? ജനറലിനാണോ അല്ലെങ്കിൽ അക്കാഡമിക്കിനാണോ? വിദ്യാഭ്യാസത്തിനാണോ അല്ലെങ്കിൽ ജോലിക്കാണോ? വിദ്യാഭ്യാസം, അതായത് ഗ്രാജുവേഷൻ, ഡിഗ്രി, പോസ്റ്റ് ഗ്രാജുവേഷൻ, ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ആ ഒരു 2 വർഷത്തെ പഠനം, PhD, MPhil, ഇതൊക്കെ ചെയ്യാനായിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് അക്കാഡമിക് ചെയ്യണം. ജോലിക്കാണ് പോകുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടത് ജനറൽ IELTS ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾ എന്തിനാണ് പോകുന്നത്? സ്റ്റഡീസിനാണോ ജോലിക്കാണോ? സ്റ്റഡീസിനാണെങ്കിൽ അക്കാഡമിക്, അല്ലെങ്കിൽ ജോലിക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ജനറൽ ട്രെയിനിങ് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ തീരുമാനമെടുക്കുക എന്നുള്ളതാണ്. IELTS ജനറൽ ചെയ്യണോ, ജോലിയാണോ, പഠനമാണോ നമ്മുടെ ലക്ഷ്യം? ജോലിയാണോ പഠനമാണോ ലക്ഷ്യം? അല്ല, ഇനി ചില വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ജോലിയും വേണ്ട, പഠനവും വേണ്ട, എനിക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയും വേണ്ട, പക്ഷേ എനിക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അക്കാഡമിക്കോ ജനറലോ ഏത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ നിങ്ങൾ വിദേശ രാജ്യത്ത് പോകുന്നുണ്ട്, ഒരു യൂറോപ്യൻ കൺട്രിയിലേക്ക് പോകുന്നുണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ജനറൽ അല്ലെങ്കിൽ അക്കാഡമിക് ഏതാണോ വേണ്ടത് എന്ന് തീരുമാനിച്ചുറപ്പിക്കുക. അതല്ല, നിങ്ങൾക്ക് ഒരു ഇംഗ്ലീഷ് ഭാഷ, ഇംഗ്ലീഷിൻ്റെ ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ്, ഇത്തരത്തിലുള്ള എല്ലാ മേഖലകളും ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം, നോ പ്രോബ്ലം. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇത് തീരുമാനിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മുന്നേ കൂട്ടി തന്നെ ജനറൽ എഴുതേണ്ടടുത്ത് നമ്മൾ അക്കാഡമിക്ക് പോയി എഴുതി, അല്ലെങ്കിൽ അക്കാഡമിക്കാണ് വേണ്ടിയെടുത്ത് നമ്മൾ എന്ത് ചെയ്തു? ജനറൽ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ പൈസ പോവും. നമ്മൾ അത്രയും ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് പൈസ ചിലവാക്കി, അതുപോലെ തന്നെ എക്സാമിന് പൈസ ചിലവാക്കി, ഇതൊക്കെ വീണ്ടും ചെയ്യേണ്ടി വരും. സമയവും പോവും, അതുപോലെ തന്നെ പൈസയും പോവും. ഓക്കെ, അപ്പോൾ അതുവരെ മനസ്സിലായി, നിങ്ങൾ തീരുമാനിച്ചു. ഇപ്പോൾ നിങ്ങളെ മനസ്സിലുണ്ട്, ഞാൻ ചെയ്യാൻ പോകുന്നത് അക്കാഡമിക്കാണ്, ഞാൻ ചെയ്യാൻ പോകുന്നത് ജനറലാണ്. ഇത് എനിക്ക് ഏതായാലും കുഴപ്പമില്ല, എനിക്ക് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യലാണ് എൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പോൾ പിന്നെ ഇത് എങ്ങനെ എഴുതും? നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. നിങ്ങൾക്കൊരു എക്സാം ഒരു 20-ാം തീയതി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 5-ാം തീയതിയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എക്സാം രജിസ്റ്റർ ചെയ്യാം. ഒരു 15 ദിവസം മുന്നേ എങ്കിലും നിങ്ങൾ എക്സാം രജിസ്റ്റർ ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങൾക്ക് 2 രീതിയിൽ എക്സാം എഴുതാം. ഒന്നുകിൽ സെൻറ്ററിൽ പോയിട്ട് പെന്ന്, പേപ്പറൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാം. പെൻ ആൻഡ് പേപ്പർ എക്സാം എഴുതാം. നമ്മൾ പെൻസിൽ ആൻഡ് പേപ്പർ എന്നാണ് സാധാരണ പറയാറ്. അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് എക്സാം ഉണ്ട്. 2 എക്സാമുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഓൺലൈൻ, അതായത് നമ്മൾ പറയുന്നതാണ് ഓൺലൈൻ എക്സാം ഉണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് റിട്ടൺ പെൻ ആൻഡ് പേപ്പർ വെച്ചിട്ട് നമ്മുടെ സെൻറ്ററിൽ പോയിട്ട് എഴുതുന്ന ഒരു ഓപ്ഷനുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെൻ ആൻഡ് പേപ്പർ എക്സാം എഴുതുന്ന സമയത്ത് 13ാമത്തെ ദിവസമാണ് നമുക്ക് റിസൾട്ട് വരിക. നമ്മൾ 20-ാം തീയതി എക്സാം എഴുതി കഴിഞ്ഞാൽ 13 ദിവസം കഴിഞ്ഞിട്ട്, അതായത് നെക്സ്റ്റ് മന്ത് ഏകദേശം 3-ാം തീയതിയൊക്കെ ആയിട്ടാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുക? റിസൾട്ട് കിട്ടുക. പക്ഷേ നിങ്ങൾ ചെയ്യുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആണെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ 5 ദിവസം വരെയുള്ള ആ ഒരു സമയത്തിനുള്ളിൽ 3 to 5 ദിവസം വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും? റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇങ്ങനെ 2 ചോയ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും അങ്ങനെയാണെങ്കിൽ ഓൺലൈൻ അല്ലേ നല്ലത്. പക്ഷേ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഏത് ചെയ്യണം? പെൻ ആൻഡ് പേപ്പർ ചെയ്യണം. കാരണം നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ചു വന്നിട്ടുള്ളൊരു പാറ്റേൺ എന്ന് പറയുന്നത് പെൻസിൽ എടുത്തു, അല്ലെങ്കിൽ പേന എടുത്തു, പുസ്തകത്തിൽ എഴുതി, അല്ലെങ്കിൽ വായിച്ചു, പുസ്തകത്തിൽ നിന്ന് വായിച്ചിട്ടുള്ളതാണ് നമ്മൾ ശീലിച്ചിട്ടുള്ളത്. ഒരിക്കലും നമ്മൾ ഒരു ടാബ് എടുത്തിട്ട്
അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ എടുത്തിട്ട് കമ്പ്യൂട്ടറിൽ ഇങ്ങനെ വായിച്ചിട്ട് അങ്ങനെ ഒരുപാട് വായിച്ചിട്ടുള്ള ശീലമൊന്നും നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എത്ര നല്ല രീതിയിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും റെക്കമെൻഡ് ചെയ്യുന്നത് പെൻ, പേപ്പർ, പെൻസിൽ വെച്ചിട്ടുള്ള എക്സാമാണ് കുറച്ചും കൂടി നല്ലത്. കാരണം നിങ്ങൾക്ക് ഈ ഒരു ക്രൈറ്റീരിയാസ് ഫോളോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ പറയുന്ന എക്സാമിനേഷൻ പ്രിപ്പറേഷൻ വരുന്ന സമയത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് പെൻ, പേപ്പർ രീതിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓൺലൈനായിട്ട് എഴുതുന്നതിനേക്കാൾ ബെറ്റർ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലത് എന്താണ് ഈ പെൻസിലും അല്ലെങ്കിൽ പേന, പേപ്പറൊക്കെ വെച്ചിട്ടുള്ള എക്സാമാണ്. ഓക്കെ, സ്പീഡ് നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ കമ്പ്യൂട്ടർ വെച്ച് വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിങ്ങളൊരു പുസ്തകം വായിക്കുന്നതിനേക്കാൾ സ്പീഡ് വളരെ കുറവായിരിക്കും നിങ്ങളൊരു കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് അല്ലെന്നുണ്ടെങ്കിൽ ടാബ്, മൊബൈൽ ഫോണൊക്കെ വെച്ച് വായിക്കുമ്പോൾ സ്പീഡ് വളരെ കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി പുസ്തകം വെച്ച് നോക്കുന്ന സമയത്ത്. നോക്കാം, ഒരു ഏകദേശം ഒരു 30% നമുക്കൊരു സ്പീഡ് വളരെ കുറവായിട്ടായിരിക്കും അതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ സ്പീഡും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന രീതി ഫോളോ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ പറയുന്നത് നമ്മുടെ മൊഡ്യൂൾസ് ഏതൊക്കെയുണ്ട്, ലിസ്ണിംഗ്, റീഡിംഗ്, റൈറ്റിംഗ്, സ്പീക്കിംഗ്, ഇതെങ്ങനെയൊക്കെയാണ്, എത്ര സമയമുണ്ട്, ഏതൊക്കെ ദിവസങ്ങളിലാണ് കണ്ടക്ട് ചെയ്യുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കുന്നത്. ഈ ഒരു ക്ലാസ്സിൽ നിങ്ങളൊരു തീരുമാനം എടുത്തു, നിങ്ങൾ IELTS എഴുതുന്നു, അക്കാഡമിക് ആണോ എഴുതുന്നത്, ജനറൽ ആണോ എഴുതുന്നത്, പെൻ ആൻഡ് പേപ്പർ ആണോ, അതല്ല കമ്പ്യൂട്ടർ ഡെലിവേർഡ് ആണോ, അത് നിങ്ങൾ തീരുമാനിച്ചല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രിപ്പറേഷൻ 3ാമത്തെ ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക് യു.